വെടിനിർത്തൽ കാലാവധി ദീർഘിപ്പിച്ച US പ്രസിഡന്റ് ട്രംപ്. ചർച്ചയ്ക്കെത്താനും സമാധാനത്തിനുമായി ഇറാൻ താൻ കൂടുതൽ സമയം അനുവദിക്കുകയാണെന്നും അതേസമയം ഹോർമൂസിൽ US സൈന്യത്തിന്റെ ഉപരോധം തുടരുമെന്നുമാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ കുറിപ്പ്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ മുൻകൈയെടുക്കുന്നതുവരെ വെടിനിർത്തൽ നീട്ടുന്നുവെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. വെടിനിർത്തൽ നീട്ടില്ലെന്നും ഇറാന്റെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളും തകർക്കുമെന്നായിരുന്നു ഇന്നലെ വരെ ട്രംപ് പറഞ്ഞിരുന്നത്. നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇറാൻ സർക്കാർ ഗുരുതരാവസ്ഥയിലാണ് എന്ന സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഫീൽഡ് മാർഷൽ അസീം മുനീർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുന്നത് ഞങ്ങൾ നിർത്തിവെച്ച നടപടി ദീർഘിപ്പിക്കുകയാണ്. ഇറാന്റെ നേതാക്കളോ പ്രതിനിധികളോ സമാധാനത്തിനുള്ള നിർദ്ദേശങ്ങളുമായി വരട്ടെ. അതുവരെ വെടിനിർത്തൽ തുടരും. എന്നാൽ ഉപരോധം തുടരാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇറാൻ കരാറിനുള്ള നിർദ്ദേശം നൽകുന്നതുവരെ ഹോർമൂസിലെ ഉപരോധം തുടരുമെന്നുമാണ് ട്രംപ് പറയുന്നത്. രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയെങ്കിലും ഭീഷണിയുടെ നടുവിൽ ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടുകൂടി യാത്ര ഉപേക്ഷിച്ചു. സമാധാന ചർച്ചയ്ക്കുള്ള മേശയെ ട്രംപ് കീഴടങ്ങൽ മേശയാക്കാൻ നാടകം കളിക്കുന്നുവെന്നും ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധമടക്കം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇറാൻ സ്പീക്കർ ആരോപിച്ചിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയും സ്പീക്കർ ഖാലി ബാഫുമാണ് ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. ഇറാൻ ഭരണകൂടത്തെയും ആ രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങളെയും പൂർണ്ണമായും തകർക്കുമെന്ന കടുത്ത ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിക്കില്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാൻ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ ആക്രമണ ഭീഷണിയാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി മുഴക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ കാലാവധി അനിശ്ചിതമായി നീട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രകോപനപരമായ പുതിയ പ്രസ്താവനയുമായി ട്രംപ് രംഗത്തെത്തിയത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ തനിക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. എന്നാൽ ഉപരോധം നീക്കാൻ ഇറാനുമായി ഒരു കരാറിലെത്താൻ കഴിയില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാന്റെ ഭരണ നേതൃത്വത്തെയും അവശേഷിക്കുന്ന സൈനിക സാമ്പത്തിക സ്രോതസ്സുകളെയും ഒന്നടങ്കം ഇല്ലാതാക്കുകയല്ലാതെ മറ്റ് വഴികളില്ലെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന പാതയാണ് ഇത്. ഉപരോധം കാരണം ഇറാൻ പ്രതിദിനം $500 ദശലക്ഷം നഷ്ടമാണ് നേരിടുന്നത് എന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തന്റെ മുന്നിൽ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. ഉപരോധം തുടരുന്നത് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുമെന്നും രാജ്യം നിലവിലൊരു നൂൽപാലത്തിലാണെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ചർച്ചകളുടെ കാര്യത്തിൽ അനുകൂലമായ പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പാകിസ്ഥാൻ യാത്ര വൈറ്റ് ഹൌസ് റദ്ദാക്കിയിരുന്നു. ഇസ്ലാമാബാദിൽ വെച്ച് ഇറാന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു വാൻസ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഉപരോധം നീക്കാതെ ചർച്ചകൾക്കില്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയുമാണ് ഇപ്പോഴും ചെയ്യുന്നത്. അമേരിക്കയുടെ നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും തുറമുഖങ്ങളിലെ ഉപരോധം നീക്കുകയാണ് ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ഏക മാർഗമെന്നും ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഉപരോധം തുടരുമെന്ന് ട്രംപ് ആവർത്തിച്ചു പ്രഖ്യാപിച്ചതോടുകൂടി സമാധാന ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയ അവസ്ഥയിലാണ്. ചർച്ചകൾക്കായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരദ് കുഷ്നറും വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട്. തന്റെ വിദേശ നയത്തെ വിമർശിച്ച വാൾസ്ട്രീറ്റ് ജേണലിനെതിരെയും ട്രംപ് ആഞ്ഞടിച്ചു. ഇറാൻ തന്നെ കബളിപ്പിക്കുകയാണെന്ന പത്രത്തിന്റെ ലേഖനത്തെ വിഡ്ഢിത്തം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ 47 വർഷമായി അമേരിക്കൻ പ്രസിഡന്റുമാരെ ഇറാൻ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും എന്നാൽ താൻ വന്നതോടുകൂടി ഇറാൻ തകർന്നടിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണെന്നും വ്യോമസേന ഇല്ലാതായെന്നും അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പരീക്ഷണശാലകളും സംഭരണശാലകളും അമേരിക്കൻ സൈന്യം തകർത്ത കാര്യം ട്രംപ് എടുത്തു പറഞ്ഞു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഇറാൻ നയത്തെയും അദ്ദേഹം വിമർശിച്ചു. ഒബാമ ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാറ് ഒരു പ്ലൈറ്റ്, അതായത് ഒരു കറയാണെന്നാണ് ട്രംപിന്റെ പക്ഷം.
2020 ഖാസിം സുലൈമാനിയെ വധിച്ചതുവഴി ഇറാൻ തകർന്നു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ നിലവിൽ രൂക്ഷമായ അധികാര തർക്കം നടക്കുന്നുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ ഭിന്നത പ്രയോജനപ്പെടുത്തി ഇറാന്റെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. സൈനിക നടപടിക്ക് പകരം മറ്റ് മാർഗങ്ങളും ട്രംപ് ആലോചിക്കുന്നുണ്ടെങ്കിലും ഏതു നിമിഷവും വ്യോമാക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന ഭീതി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള ഇന്ധനവിലയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ പെട്രോൾ വില കുതിച്ചുയരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമുണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഇറാന്റെ ആണവ മോഹങ്ങൾ അവസാനിപ്പിക്കാതെ ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വാശിയിലാണ് വൈറ്റ് ഹൌസ്. യുദ്ധം 54-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയിൽ തന്നെ. ട്രംപിന്റെ പുതിയ പ്രസ്താവന ഇറാനെ പ്രകോപിപ്പിക്കാനും മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാക്കാനും സാധ്യതയുണ്ട്.